ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ഈക്വാലിറ്റിയിലെ മൊഡ്യൂൾ 3-ലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അലിയനേഷൻ അല്ലേ. എന്താ അലിയനേഷൻ എന്ന് നോക്കാം. കാൾ മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് അന്യവൽക്കരണം അല്ലെങ്കിൽ അലിയനേഷൻ എന്ന് പറയുന്നത്. മുതലാളിത്ത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ കാൾ മാർക്സ് അന്യവൽക്കരണത്തെ കണ്ടിട്ടുണ്ട് അല്ലേ. വൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണെന്ത് അന്യവൽക്കരണം എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അതുപോലെ ആധുനിക ബൂർഷ്വ സമൂഹത്തിൽ കാണപ്പെടുന്ന അന്യവൽക്കരണത്തിൽ മൂർച്ചയുള്ള അനുഭവത്തെ കുറിച്ചിട്ട് കാൾ മാർക്സിന് എന്തുണ്ട്, നല്ല ധാരണ ഉണ്ട്. അതുപോലെ മുതലാളിത്ത ഉൽപാദന സമ്പ്രദായത്തിൽ ഉൽപാദന മാർഗങ്ങളെല്ലാം ഭൂമി, ഫാക്ടറി, യന്ത്രങ്ങൾ, മൂലധനം ഇതൊക്കെയാണ് എന്ത് ഉൽപാദന മാർഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. മുതലാളി വർഗത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ ശക്തി മാത്രം കൈവശമുള്ള തൊഴിലാളി വർഗം അവരുടെ കയ്യിലുള്ള തൊഴിൽ ശക്തി പോലും മുതലാളി വർഗത്തിന് വിൽക്കാൻ നിർബന്ധിതരാവുന്ന അവസ്ഥനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലിയനേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അന്യവൽക്കരണം. തൊഴിൽ ശക്തി മാത്രം കൈവശമുള്ള തൊഴിലാളി വർഗം അവരുടെ കയ്യിലുള്ള തൊഴിൽ ശക്തി പോലും മുതലാളിത്ത വർഗത്തിന് വിൽക്കാൻ നിർബന്ധിതരാവുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് അലിയനേഷൻ അല്ലെങ്കിൽ അന്യവൽക്കരണം. അതുപോലെ തന്നെ തൊഴിലാളികൾ അവരുടെ തൊഴിൽ ശക്തി ജീവിക്കാനുള്ള വേതനം കിട്ടാൻ വേണ്ടിയിട്ട് മുതലാളി വർഗത്തിന് വിൽക്കുമ്പോൾ തൊഴിൽ പ്രക്രിയയുടെ ഉടമസ്ഥാവകാശവും ഒക്കെ ആർക്കുമായിട്ട് മാറും, മുതലാളി വർഗത്തിനാണ് കിട്ടുക അല്ലേ. അതുപോലെ തന്നെ ഇങ്ങനെ ഉൽപാദന മാർഗങ്ങളൊക്കെ തൊഴിലാളി വർഗത്തിൽ നിന്നും അന്യം നിന്ന് പോകുന്ന അവസ്ഥയെയാണ് കാൾ മാർക്സ് അന്യവൽക്കരണം എന്നുള്ള പേരിൽ വിളിച്ചത് അല്ലേ. ഇങ്ങനെ ഉൽപാദന മാർഗങ്ങളൊക്കെ തൊഴിലാളി വർഗത്തിൽ നിന്നും അന്യം നിന്ന് പോകുമ്പോൾ ആ അവസ്ഥനെ പറയുന്ന പേരാണ് അന്യവൽക്കരണം എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. അതുപോലെ തന്നെ കുത്തക ഉടമസ്ഥാവകാശം, അതുപോലെ ഉൽപാദന മാർഗങ്ങളുടെ നിയന്ത്രണം എന്നിവയൊക്കെ മുതലാളിത്ത സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളായിട്ട് കാൾ മാർക്സ് കാണുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡിയോളജിക്കൽ ക്ലാസ് അല്ലേ. എന്താ അത്, കാൾ മാർക്സ് പ്രത്യയശാസ്ത്രപരമായിട്ട് വർഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കൽ ക്ലാസിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായ വർഗം അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നത് മറ്റു വർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതായത് എന്താ പറയുക, ഭരണവർഗത്തെയും അതുപോലെ ബുദ്ധിജീവികളെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ. ഭരണവർഗത്തെയും ബുദ്ധിജീവികളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഐഡിയോളജിക്കൽ ക്ലാസ്. അതുപോലെ തന്നെ ഡോക്ടർമാര്, പത്രപ്രവർത്തകര്, എഴുത്തുകാര്, അഭിഭാഷകര് ഇവരുടെയൊക്കെ ബൂർഷ്വാസിയുടെ പ്രത്യയശാസ്ത്ര പ്രതിനിധികളും അതുപോലെ തന്നെ വക്താക്കളുമായിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുതലാളി വർഗവും ബുദ്ധിജീവികളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് കാൾ മാർക്സ് പറയുന്നുണ്ട്. അതുപോലെ മുതലാളി വർഗത്തിന് താല്പര്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തിലെ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ഇതിലൂടെ ഉപജീവനം നടത്തുകയും ചെയ്യുന്ന വർഗമാണ് ഐഡിയോളജിക്കൽ ക്ലാസ് അല്ലെ. മുതലാളി വർഗത്തിന് താല്പര്യത്തിനനുസരിച്ച് സമൂഹത്തിലെ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുക, ഇതിലൂടെ എന്ത് ചെയ്യുക, ഉപജീവനം നടത്തുകയും ചെയ്യുന്ന വർഗത്തിനെയാണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിത്ത സമ്പ്രദായത്തിൽ ആശയങ്ങളുടെ ഉൽപാദനത്തിലും അതുപോലെ മുതലാളി വർഗത്തിന് നിയന്ത്രണങ്ങളുണ്ട്. ഇത് നടപ്പാക്കുന്നത് ഈ ഒരു ഐഡിയോളജിക്കൽ ക്ലാസ്സിലൂടെയാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്ലാസ് സ്ട്രക്ചർ അല്ലെ. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന തട്ട് എന്നാണ് ക്ലാസ് എന്ന് പറയുന്ന വാക്കിന്റെ പൊതുവായിട്ടുള്ള ഒരു അർത്ഥം അല്ലെ. ഈ വാക്കിന് മാർക്സിയൻ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ള ആളാണ് ആര്, ലെനിനാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ ചരിത്രപരമായ രൂപപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക ഉൽപാദന വ്യവസ്ഥിതിയിൽ ഉൽപാദന മാർഗങ്ങളോടും അതുപോലെ തന്നെ ഉൽപാദന ബന്ധങ്ങളോടും സ്വകാര്യ സ്വത്തിനോടുമുള്ള പങ്കിന്റെ രീതിക്കനുസരിച്ച് വേർതിരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടമാണ് ക്ലാസ് അഥവാ വർഗം എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്, ചരിത്രപരമായി രൂപപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക ഉൽപാദന വ്യവസ്ഥിതിയിൽ ഉൽപാദന മാർഗങ്ങളോടും അതുപോലെ ഉൽപാദന ബന്ധങ്ങളോടും സ്വകാര്യ സ്വത്തിനോടുമുള്ള പങ്കിന്റെ രീതിക്കനുസരിച്ചിട്ട് വേർതിരിക്കപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടാണ് എന്ത്, ക്ലാസ് അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത്. കാൾ മാർക്സ് 2 സാമൂഹ്യ വർഗങ്ങൾ നിലനിൽക്കുന്നു എന്ന് വർഗഘടനയുടെ ഒരു ഡൈക്കോട്ടമിക് മോഡലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് പ്രകൃതി കമ്മ്യൂണിസം അല്ലെ, പ്രാകൃത കമ്മ്യൂണിസം നശിച്ചതോട് കൂടിയിട്ടാണ് ചൂഷകരും അതുപോലെ തന്നെ ചൂഷിതരുമായിട്ടുള്ള ഇരു തട്ടുകൾ ഉണ്ടായത് അല്ലേ. അതായത് അങ്ങനത്തെ 2 വർഗങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. അതായത് അടിമത്തത്തിൽ അടിമകൾ ഉടമകൾ എന്നും ഫ്യൂഡലിസത്തിൽ ഭൂപ്രഭുക്കന്മാർ കുടിയാന്മാർ എന്നും അതുപോലെ മുതലാളിത്തത്തിൽ മുതലാളി വർഗം തൊഴിലാളി വർഗം എന്നും ഈ വർഗങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ കാൾ മാർക്സ് പറയുന്നത് ബൂർഷ്വ സമൂഹത്തിന്റെ വർഗഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷ ഉൽപാദകരുടെ വർഗം അല്ലെങ്കിൽ ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥരുടെ വർഗം
എന്നിങ്ങനെയൊക്കെ രണ്ട് സാമൂഹ്യ വർഗങ്ങളുടെ നിലനിൽപ്പായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് അദ്ദേഹം ഡൈക്കോട്ടമിക് മോഡൽ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ കാൾ മാർക്സിന്റെ ഡൈക്കോട്ടമിക് മോഡൽ എന്താണ്? ബൂർഷ്വാ സമൂഹത്തിന്റെ വർഗഘടനയുടെ അടിസ്ഥാനം പ്രത്യക്ഷ ഉൽപാദകരുടെ വർഗം, ഉൽപാദന മാർഗങ്ങളുടെ ഉടമസ്ഥരുടെ വർഗം എന്നിങ്ങനെ രണ്ട് സാമൂഹ്യ വർഗങ്ങളുടെ നിലനിൽപ്പുണ്ട് അല്ലെ, നിലനിൽപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് അദ്ദേഹം ഡൈക്കോട്ടമിക് മോഡൽ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ മിച്ചമൂല്യം, സ്വകാര്യ സ്വത്ത്, അതുപോലെ തന്നെ സവിശേഷവൽക്കരണം എന്നിവയൊക്കെ എന്താണ് ഇരു തട്ടുകളായിട്ട് രൂപപ്പെടുത്തൽ സഹായമാകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സർപ്ലസ് വാല്യൂ അല്ലേ. അതായത് ഇതിപ്പോൾ നിങ്ങൾ സോഷ്യോളജിക്കൽ തിയറിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും അത് വരുന്നുണ്ട്. അതായത് ഒരു തൊഴിലാളി നിശ്ചിത സമയം ജോലി ചെയ്യണമെന്നാണ് വ്യവസ്ഥ അല്ലേ. ഒരു തൊഴിലാളിക്ക് എന്താണ് ഒരു നിശ്ചിത സമയത്ത് ജോലി ഉണ്ടാവും. ഈ സമയം കൊണ്ട് പരമാവധി ഉൽപാദനം നടത്താൻ അയാൾ എന്താണ് ബാധ്യസ്ഥനായിരിക്കും അല്ലേ. അയാൾക്ക് അയാളുടെ ജോലി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ നിർവഹിക്കണം. എന്നാൽ ഉൽപാദനത്തിന്റെ വില നിശ്ചയിക്കാൻ അയാൾക്ക് അധികാരം ഉണ്ടാവില്ല. കൂലിയേക്കാൾ എത്ര മടങ്ങ് വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും കൂലിയിൽ എന്തുണ്ടാവില്ല, വർധനവും ഉണ്ടാവില്ല. ഒരു തൊഴിലാളി കൂടുതലായിട്ട് ജോലി ചെയ്തിട്ട് മിച്ചം വരുന്ന തരത്തിൽ ഉണ്ടാക്കുന്ന മൂല്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിച്ചമൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഒരു തൊഴിലാളി കൂടുതലായിട്ട് ജോലി ചെയ്ത് മിച്ചം വരുന്ന തരത്തിൽ ഉണ്ടാകുന്ന മൂല്യത്തിനെയാണ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യം എന്ന് പറയുന്നത്. എത്ര അധ്വാനിച്ചാലും തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് എന്ത് ചെയ്യുക, ലഭിക്കുക അല്ലേ. അതായത് വർഗ സിദ്ധാന്തം, വർഗ രൂപീകരണം, വർഗസമരം, അതുപോലെ തന്നെ ചൂഷണം, അതുപോലെ അന്യവൽക്കരണം, ദാരിദ്ര്യം, സാമൂഹ്യ മാറ്റം എന്നിവയൊക്കെ കാൾ മാർക്സ് വിപുലമായിട്ട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ വർഗത്തിൻ്റെയും വർഗസമരത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ മാർക്സിയൻ ചിന്തയുടെ കേന്ദ്രമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇന്ന് വരെ നിലനിന്നിരുന്ന മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം എന്താണ്, വർഗ സമരങ്ങളുടെ ചരിത്രമാണ് എന്ന് പറയാൻ പറ്റും അല്ലെ. ഇന്ന് വരെ നിലനിന്ന മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രം എന്താണ്, വർഗ സമരങ്ങളുടെ ചരിത്രമാണ്. അതുപോലെ ഉൽപാദന മാർഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള വർഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനവും പോരാട്ടവും ഒക്കെ കാൾ മാർക്സ് സൈദ്ധാന്തവൽക്കരിച്ചിട്ടുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പാർട്ടി അല്ലേ. എന്താ നോക്കാം, വർഗം, പദവി, അതുപോലെ തന്നെ പാർട്ടി എന്നിവയൊക്കെ എന്താണ് വെബറിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനകളാണ് അല്ലേ. ഈ പാർട്ടി എന്ന് പറയുന്നതും അതുപോലെ വർഗം, പദവി ഇതൊക്കെ വെബറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. വെബറിന്റെ അഭിപ്രായത്തിൽ വർഗവും പദവിയും പാർട്ടിയും ചേർന്നതാണ് സാമൂഹ്യ ഘടന എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആധുനിക സമൂഹത്തിലെ ശ്രേണീകരണത്തിന്റെ 3 പ്രധാന ഘടകങ്ങളാണ് ഈ ഒരു പാർട്ടിയും വർഗവും പദവിയും അല്ലെ. അതിൽ പെട്ടതാണ് ഈ പാർട്ടി. അതുപോലെ സമ്പത്ത് വ്യവസ്ഥ, പദവി, അതുപോലെ അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, പല തട്ടുകളായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. വെബർ സാമൂഹ്യ ശ്രേണീകരണത്തെ 3 തലത്തിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന് സാമ്പത്തിക ക്രമത്തിൽ വർഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ, അതുപോലെ സാമൂഹ്യ ക്രമത്തിൽ സ്റ്റാറ്റസ് ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ, പിന്നെ അദ്ദേഹം ക്രമീകരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ക്രമത്തിൽ പാർട്ടികൾ കാണാൻ കഴിയുന്നതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. അതുപോലെ പാർട്ടികൾ എപ്പോഴും എന്താണ് ആധിപത്യത്തിനായി പോരാടുന്ന ഘടനകളാണ് അല്ലേ. പാർട്ടി എന്ന് പറയുന്നത് എന്താണ്, ആധിപത്യത്തിനായിട്ട് പോരാടുന്ന ഘടനകളാണ്. അതുപോലെ പാർട്ടികൾ അധികാരം നേടുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടികൾ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താനും അതുപോലെ അവരുടെ അംഗങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധ നൽകുന്ന ഒരു ഗ്രൂപ്പുകളാണ് അല്ലേ. അതുപോലെ തന്നെ ബഹുജന രാഷ്ട്രീയ പാർട്ടികൾ മുതൽ പ്രൊഫഷണൽ അസോസിയേഷനുകൾ, ട്രേഡ് യൂണിയനുകൾ വരെയുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ താല്പര്യ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ ഗ്രൂപ്പുകളുടെ രൂപീകരണത്തിൽ വർഗവും പദവിയും പാർട്ടിയും ഒക്കെ എന്താണ് പരസ്പര ബന്ധം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇത് വളരെ സങ്കീർണവും അതുപോലെ തന്നെ പരിശോധിക്കേണ്ടതുമാണ് എന്നാണ് വെബർ പറയുന്നത്. അപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് വർഗം, പദവി, പാർട്ടി ഇതൊക്കെ എന്താണ് വെബറിന്റെ ഒരു സംഭാവനയാണ്. അതുപോലെ വെബറിന്റെ അഭിപ്രായത്തിൽ എന്താണ് വർഗവും പദവിയും പാർട്ടിയും ഒക്കെ ചേർന്നതാണ് ഒരു സാമൂഹ്യ ഘടന എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പാർട്ടികൾ എപ്പോഴും എന്താണ് ആധിപത്യത്തിനായി പോരാടുന്ന ഘടനകളാണെന്നും കൂടെ അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ബോർഡ്യൂ അല്ലേ. അതൊരു വ്യക്തിന്റെ പേരാണ്, പിയറി ബോർഡ്യൂ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നെയിം. അപ്പോൾ ചിലപ്പോൾ ബോർഡ്യൂ എന്ന് മാത്രമായിരിക്കും 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രസിദ്ധനായിട്ടുള്ള ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ആര്, പിയറി ബോർഡ്യൂ എന്ന് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ സമൂഹശാസ്ത്രം, അതുപോലെ സൗന്ദര്യശാസ്ത്രത്തിന്റെ സമൂഹശാസ്ത്രം എന്നീ മേഖലകളിലൊക്കെ പ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം അല്ലേ. വിദ്യാഭ്യാസത്തിന്റെ സമൂഹശാസ്ത്രം, അതുപോലെ തന്നെ സൗന്ദര്യശാസ്ത്രത്തിന്റെ സമൂഹശാസ്ത്രം, ഇങ്ങനത്തെ മേഖല
മേഖലകളിലൊക്കെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് പിയറി ബോർഡ്യൂ. അതുപോലെ മാധ്യമ പഠനം, സാംസ്കാരിക പഠനം, അതുപോലെ തന്നെ നരവംശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർഗത്തെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവിത അവസരങ്ങൾ ലൈഫ് ചാൻസസ് എന്ന് പറയുന്ന ആശയമാണ് അദ്ദേഹം വിപുലീകരിച്ചത്. അതുപോലെ പറയുന്നത് വർഗത്തെ വിശകലനം ചെയ്യുമ്പോൾ എന്താ പറയുക, സാമ്പത്തികേതര വശങ്ങൾ ഉൾപ്പെടുത്താനാണ് ബോർഡ്യൂ എന്ത് ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതാവസരങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർഗം വിശദീകരിക്കുമ്പോൾ സാമ്പത്തിക അവസരങ്ങൾക്കൊപ്പം സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള അവസരങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ അസമത്വം, ശ്രേണീകരണം ഒക്കെ നിലനിൽക്കാൻ പ്രധാന കാരണം എന്താണ്, സാമൂഹ്യ വിഭവങ്ങളുടെ അസമമായിട്ടുള്ള വിതരണമാണ് എന്നാണ് ബോർഡ്യൂ പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ സാമൂഹ്യ വിഭവങ്ങളും ജീവിതാവസരങ്ങളും സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കുന്നത് എങ്ങനെയല്ല, തുല്യമായിട്ടല്ല അല്ലെ. അതുകൊണ്ടാണ് അസമത്വം നിലനിൽക്കുക എന്ന് പറയുന്നത്. അതുപോലെ സാമൂഹ്യ വിഭവങ്ങളെ പിയറി ബോർഡ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, 3 മൂലധനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അതിലൊന്നാണ് സാംസ്കാരിക മൂലധനം, അതുപോലെ തന്നെ സാമ്പത്തിക മൂലധനം, അതുപോലെ എന്താ പറയുക സാമൂഹിക മൂലധനം. അപ്പോൾ ഇതെന്താ, നിങ്ങൾക്ക് 5 മാർക്കിന് വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇത്. അതായത് ഫോം ഓഫ് ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വ്യൂ ഓഫ് ബോർഡ്യൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ 3 മൂലധനങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്ന് സാംസ്കാരിക മൂലധനം, രണ്ടാമത്തത് സാമ്പത്തിക മൂലധനം, മൂന്നാമത്തത് സാമൂഹ്യ മൂലധനം. ഇനി നമുക്ക് ഇത് 3ഉം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിലൊന്നാമത്തത് കൾച്ചറൽ ക്യാപിറ്റൽ അല്ലേ, അല്ലെങ്കിൽ സാംസ്കാരിക മൂലധനം എന്താണ് നോക്കാം. സാമൂഹ്യ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ഒരു സാംസ്കാരിക മൂലധനം അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസ യോഗ്യതകളും പദവിയും സാംസ്കാരിക മൂലധനങ്ങളാണ് അല്ലേ. വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ പദവിയും ഒക്കെ എന്താണ്, ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ സാംസ്കാരിക മൂലധനം സാമ്പത്തിക മൂലധനത്തെ അപേക്ഷിച്ച് അളക്കാൻ എന്താണ്, പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ പിയറി ബോർഡ്യൂവിൻ്റെ അഭിപ്രായത്തിൽ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് വ്യക്തിയുടെ ശീലം എന്ന നിലയിലും അതിൻ്റെ ഭൗതിക രൂപത്തിലും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ശീലങ്ങൾ, കഴിവുകൾ, അതുപോലെ തന്നെ നമുക്ക് കൈവശമുള്ള സ്വഭാവം എന്നിവയുടെയൊക്കെ കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ജോബ്കയുടെ അഭിപ്രായത്തിൽ സാംസ്കാരിക വിജ്ഞാനത്തെ വ്യക്തികളും അതുപോലെ തന്നെ സാമൂഹ്യ ഗ്രൂപ്പുകളും സമൂഹത്തിലെ വർഗ്ഗഘടനയിൽ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അധികാരത്തിൻ്റെ ഒരു വിഭവമായിട്ടാണ് ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റലിനെ പറയണത്. അപ്പോൾ എന്താണ് ക്രിസ്ത്യൻ ജോബ്കയുടെ അഭിപ്രായം എന്താണ്, സാംസ്കാരിക വിജ്ഞാനത്തെ വ്യക്തികളും അതുപോലെ തന്നെ സാമൂഹ്യ ഗ്രൂപ്പുകളും സമൂഹത്തിലെ വർഗ്ഗഘടനയിൽ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന അധികാരത്തിൻ്റെ ഒരു വിഭവമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റലിനെ കാണുന്നത് അല്ലേ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ അക്കാദമിക യോഗ്യതയെ സാംസ്കാരിക മൂലധനത്തിൻ്റെ പ്രധാന ഘടകമായിട്ടാണ് ബോർഡ്യൂ കാണുന്നത്. ഒരു വ്യക്തിൻ്റെ അക്കാദമിക് യോഗ്യതയെ എന്താ പറയുക, കൾച്ചറൽ ക്യാപിറ്റൽ ആയിട്ടാണ് ആര് കാണുന്നത്, ബോർഡ്യൂ കാണുന്നത്. അതുപോലെ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് ഒരു പരിധി വരെ കാലഘട്ടം, സമൂഹം, സാമൂഹ്യ വർഗം എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് എക്കണോമിക് ക്യാപിറ്റൽ അല്ലേ, അതായത് സാമ്പത്തിക മൂലധനം. സാമ്പത്തിക മൂലധനം എന്ന് പറയുന്നത് നേരിട്ടും അതുപോലെ തന്നെ പെട്ടെന്നും പണമായിട്ട് മാറ്റാവുന്ന സാമൂഹ്യ വിഭവങ്ങളാണ് അല്ലേ. അപ്പോൾ സാമ്പത്തികം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പണമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പണമായിട്ട് മൂലധനത്തെ മാറ്റാൻ പറ്റുന്ന ഒരു വിഭവങ്ങളാണ് എക്കണോമിക് ക്യാപിറ്റൽ അല്ലേ. അതായത് പണം, വരുമാനം, ഭൗതിക സ്വത്ത്, അതുപോലെ തന്നെ ഇതൊക്കെ എന്താണ്, സാമ്പത്തിക മൂലധനത്തിൽ ഉൾപ്പെടുന്നതാണ്. പണം, വരുമാനം, ഭൗതിക സ്വത്ത്. അതുപോലെ തന്നെ എന്താ പറയുക, മറ്റെല്ലാ തരത്തിലുള്ള മൂലധനങ്ങളുടെയും താഴ്വേരാണ് സാമ്പത്തിക മൂലധനം അല്ലേ. മറ്റെല്ലാത്തിൻ്റെയും എന്താണ്, പിന്നെ മൂലധനങ്ങളുടെയൊക്കെ താഴ്വേരാണ് ഈ ഒരു എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മൂലധനങ്ങളുടെയും അവസാന വിശകലനത്തിൽ കാണാവുന്ന സാമ്പത്തിക മൂലധനത്തിനെ നമുക്ക് കാണാം അല്ലേ. എല്ലാ തരത്തിലുള്ള മൂലധനങ്ങളുടെയും അവസാന വിശകലനത്തിൽ എന്തിനെ കാണാൻ പറ്റുക, സാമ്പത്തിക മൂലധനം അല്ലെങ്കിൽ എക്കണോമിക് ക്യാപിറ്റലിനെയാണ് കാണാൻ കഴിയുക. അതുപോലെ മൂലധനവും സാമൂഹ്യ മൂലധനവും എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തിക മൂലധനത്തിലുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സാംസ്കാരിക മൂലധനം അതുപോലെ തന്നെ സാമൂഹ്യ മൂലധനം എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പിടിക്കാൻ പറ്റും അല്ലേ. ഒരു പ്രത്യേക തൊഴിലിലൂടെ സാമ്പത്തിക മൂലധനത്തെ എന്താ പറയുക, സാമൂഹ്യ മൂലധനമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ അല്ലേ. ഒരു പ്രത്യേക തൊഴിലിലൂടെ മാത്രമേ ഉള്ളൂ ഈ ഒരു എക്കണോമിക് ക്യാപിറ്റലിനെ സാമൂഹ്യ മൂലധനമായിട്ട് മാറ്റാൻ പറ്റുക. എന്നാൽ സാമ്പത്തിക മൂലധനമുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സാംസ്കാരിക മൂലധനം അതുപോലെ തന്നെ സാമൂഹ്യ മൂലധനം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പിടിക്കാൻ കഴിയും. ഇനി അടുത്തതാണ്
സോഷ്യൽ ക്യാപിറ്റൽ അല്ലെ, അല്ലെങ്കിൽ സാമൂഹ്യ മൂലധനം. എന്താ അതിൽ പറയണത്? സാമൂഹിക മൂലധനം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ശൃംഖലയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് എന്താണ്? ബന്ധങ്ങളുടെ ശൃംഖലയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മൂലധനമായിട്ടാണ് കണക്കാക്കുക അല്ലെ. ഒരു വ്യക്തിക്ക് ഉന്നതരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാവുക, അപ്പൊ അതിനെന്താ വിളിക്കുക? സാമൂഹ്യ മൂലധനമായിട്ട് കണക്കാക്കുക. അതുപോലെ ഒരു വ്യക്തിയുടെ കൈവശമുള്ള സാമൂഹ്യ മൂലധനത്തിന്റെ വലുപ്പം അയാൾക്ക് ഫലപ്രദമായിട്ട് സമാഹരിക്കാൻ കഴിയുന്ന ബന്ധങ്ങളുടെ ശൃംഖലയെ എന്ത് ചെയ്യും? ആശ്രയിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. പിയറി ബോർഡു പറയണത് മൂലധനത്തെ അവതരിപ്പിച്ചത് ഒരു വ്യക്തിയുടെ സ്വത്തായിട്ടാണ്, അല്ലാതെ കൂട്ടായ്മയുടെ സ്വത്തല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. എന്താ പറഞ്ഞത്? മൂലധനത്തെ അവതരിപ്പിച്ചത് അദ്ദേഹം ഒരു വ്യക്തിയുടെ സ്വത്തായിട്ടാണ്, അല്ലാതെ കൂട്ടായ്മയുടെ സ്വത്തായിട്ടല്ല. അതുപോലെ സാമൂഹ്യ മൂലധനം എല്ലാവർക്കും എന്താണ്? ഒരുപോലെ ലഭ്യമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് സാമൂഹ്യ മൂലധനം നേടാൻ പരിശ്രമിക്കുന്നവർക്ക് എന്ത് ചെയ്യും? അത് ലഭിക്കുകയും ചെയ്യും. ഇതിലൂടെ അവർ എന്താ പറയുക, അധികാരത്തിന്റെയും പദവിയുടെ ഒക്കെ സ്ഥാനങ്ങൾ നേടുകയും ചെയ്യും എന്നാണ് ഈ ഒരു സോഷ്യൽ ക്യാപിറ്റലിൽ പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസസ് ഇൻ ഇന്ത്യ. അതായത് ഇത് 5 മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ്. ക്ലാസ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? 5 മാർക്കിന് വരാം. അപ്പോൾ ഇന്ത്യയിലെ വർഗ്ഗങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ ജാതി വേരൂന്നിയ അത്ര തന്നെ എന്ത് ചെയ്തിട്ടില്ല? വർഗ്ഗങ്ങൾ വേരൂന്നിയിട്ടില്ല അല്ലെ. അതുപോലെ രണ്ടാമത് പറയുന്നത്, സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ ഒരു സാർവത്രിക പ്രതിഭാസമായിട്ടാണ് വർഗ്ഗത്തെ എന്ത് ചെയ്യാൻ പറ്റൂല? കാണാൻ കഴിയൂല അല്ലെ. സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ ഒരു സാർവത്രിക പ്രതിഭാസമായിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റൂല? വർഗത്തിനെ കാണാൻ കഴിയൂല. മൂന്നാമത് പറയുന്നത്, വർഗ്ഗങ്ങളെ തിരിച്ചറിയാൻ വസ്തുനിഷ്ഠമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും ഇല്ല. നാലാമത് പറയുന്നത്, വർഗം എന്ന് പറയുന്നത് ഒരു വിഭാഗമാണോ അതിന്റെ മറ്റു ഘടകങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് എന്തല്ല, വ്യക്തമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ അത്രയാണ് അതിന്റെ സവിശേഷതകൾ. KL ശർമ്മയുടെ അഭിപ്രായത്തിൽ ജാതിയും വർഗവും വ്യത്യസ്തമാണ് അല്ലെ, എന്നാൽ ജാതിയും വർഗങ്ങളും മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ ഒരു എന്താ പറയാ, ഗ്രാമീണ പ്രതിഭാസമാണ് എന്ത്? ജാതി എന്ന് പറയുന്നത് അല്ലെ. ഒരു ഗ്രാമീണ പ്രതിഭാസമാണ് ജാതി. അതേസമയം വർഗം എന്ന് പറയുന്നത് നഗര വ്യാവസായിക പശ്ചാത്തലത്തിൽ കാണപ്പെടുന്നതാണ് അല്ലെ. ജാതി ജന്മം കൊണ്ടാണ് നിർണ്ണയിക്കുന്നതെങ്കിൽ വർഗം എന്തുകൊണ്ടാണ്? കഴിവ്, യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വർഗത്തെ നിയന്ത്രിക്കുന്നത് അല്ലെ, അല്ല തീരുമാനിക്കുന്നത്. അതുപോലെ ജാതി ഒരു അടഞ്ഞ സംവിധാനമാണ്, എന്നാൽ വർഗം എന്താണ്? ഒരു തുറന്ന സംവിധാനമാണ് അല്ലെ. ഇന്ത്യക്ക് ഒരു ജാതി വ്യവസ്ഥയുണ്ട്, അതിനാൽ ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ ജാതി മാതൃകയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇന്ത്യക്ക് എന്തുണ്ട്? ഒരു ജാതി വ്യവസ്ഥയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ ജാതി മാതൃകയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വർഗ സംവിധാനമുണ്ട്, അതിനാൽ പാശ്ചാത്യ സമൂഹങ്ങളെ പഠിക്കാൻ വർഗ മാതൃകയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഉണ്ട്, അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ എന്താ പറയുക, ജാതി മാതൃകയും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എന്തുണ്ട്? ഒരു വർഗ സംവിധാനം ഉണ്ട്, അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സമൂഹങ്ങളെ പഠിക്കാൻ വർഗ മാതൃകയുമാണ് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഈ ഫീച്ചേഴ്സ് എന്ന് മാത്രം ചോദിച്ചിട്ടല്ലായിരിക്കും വരിക. എന്താണ് ക്ലാസ് എന്ന് ചോദിച്ചിട്ട് ആദ്യം അത് എഴുതേണ്ടി വരും, പിന്നെ ഫീച്ചേഴ്സ് ചോദിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ അല്ലെ. ഇത് രണ്ടും ചിലപ്പോൾ എന്താ ചെയ്യുക? ഒരുമിച്ചും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് ഇൻ ഇന്ത്യ പറഞ്ഞാൽ വ്യത്യസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ജാതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നിർവചനങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ജാതിക്ക് എന്തുണ്ട്? ഒരു പൊതുനാമമുണ്ട്. അതുപോലെ തന്നെ ജാതിക്ക് പൊതുവായിട്ടുള്ള ഒരു വംശമുണ്ട്. അതുപോലെ ജാതിക്ക് സമാനമായിട്ടുള്ള പാരമ്പര്യ തൊഴിലുകളുണ്ട്. അതുപോലെ നാലാമത് പറയുന്നത് ജാതിക്ക് പാരമ്പര്യ അംഗത്വമുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത് പറയുന്നത് സ്വഗണ വിവാഹം അല്ലെ, അല്ലെങ്കിൽ എൻഡോഗമി മാരേജ് ജാതിന്റെ പ്രധാന സവിശേഷതയാണ് അല്ലെ. അതായത് സ്വന്തം ജാതിയിൽപ്പെട്ട ആളുകളെ തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എന്ത്? സ്വഗണ വിവാഹം. അപ്പോൾ അത് ജാതിന്റെ എന്താണ്? ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. SC ദുബൈയുടെ അഭിപ്രായത്തിൽ ആചാരങ്ങളാണ് ജാതി ശ്രേണീകരണത്തിനുള്ള ഒരു പ്രധാന മാനദണ്ഡം എന്നാണ് SC ദുബൈ പറയുന്നത് അല്ലെ. അത് സാമ്പത്തിക വശങ്ങളിൽ അധിഷ്ഠിതമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ MN ശ്രീനിവാസ് പറയുന്നത് ശുദ്ധിയും അശുദ്ധിയുമാണ് ജാതി ശ്രേണികളുടെ പ്രധാന മാനദണ്ഡം എന്നാണ് ആര് പറഞ്ഞത്? MN ശ്രീനിവാസ് പറഞ്ഞത്. അതുപോലെ ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയും വർഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വർഗത്തിന് എന്തുണ്ട്? സാമ്പത്തിക സ്വഭാവമുണ്ട്. അതുപോലെ ജാതികളും വർഗങ്ങളും സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ് അല്ലെ. ജാതിയും വർഗവും എന്താണ്? സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ഡിഫറൻസ് ചോദിച്ചു കണ്ടല്ലേ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് കാസ്റ്റ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്തിൽ അത് രണ്ടിന്റെയും വ്യത്യാസങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് എഴുതാട്ടോ.
അതുപോലെ എന്താ പറയുക, ജാതിയും വർഗവും തമ്മിൽ ചില എന്താ പറയുക സാമ്യതകളുണ്ട് അല്ലേ. ജാതിയും വർഗവും എന്തുണ്ട്, ചില സാമ്യതകളുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയിലെ മാറ്റങ്ങൾ വ്യവസ്ഥകളുടെ എന്താ പറയുക സ്വത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആര് പറയണത്, ഡിസൂസയുടെ അഭിപ്രായം അല്ലേ. ജാതിയും വർഗവും തമ്മിൽ ചില സാമ്യതകളുണ്ട്, ജാതി വ്യവസ്ഥയിലെ മാറ്റങ്ങൾ വ്യക്തികളുടെ സ്വത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആര് പറയണത്, ഈ ഒരു ഡിസൂസ എന്ന് പറയുന്ന വ്യക്തി പറയണത്. അതുപോലെ ഒരു പാരമ്പര്യ ഗ്രൂപ്പ് ജാതി വ്യവസ്ഥയിൽ എന്ത് ചെയ്യുക, ഒരു വർഗമായിട്ട് തുടരും. അതുപോലെ തന്നെ ശർമ്മയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വർഗങ്ങളെ ഒരേ സമയം ജാതിക്കും അധികാരത്തിനും ഒപ്പം നിലനിന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി വർഗത്തെ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ വർഗം ജാതിയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സർക്കാരിന്റെ സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ രൂപപ്പെടുത്താനുള്ള കഴിവൊക്കെ എന്തുണ്ട്, മധ്യവർഗത്തിനാണ് ഉണ്ടാവുക എന്നും അതിൽ പറയുന്നുണ്ട്.